ലോക ക്യാൻസർ ദിനത്തിൽ നടി മമത മോഹൻദാസ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ്. ക്യാൻസറിനെ നേരിടാൻ ആദ്യം വേണ്ടത് മനക്കരുത്താണെന്നാണ് മമത പറയുന്നത്. 2 തവണ ക്യാൻസറിനെ അതിജീവിച്ച വ്യക്തിയാണ് മമത മോഹൻദാസ്. എല്ലാ ചികിത്സയും പരാജയപ്പെട്ടപ്പോൾ പുതിയൊരു മരുന്നിന്റെ പരീക്ഷണത്തിൽ പങ്കെടുത്തതിനെക്കുറിച്ചും മമത സംസാരിക്കുന്നുണ്ട്. ഹോച്ച്കിൻസ് ലിംഫോമ എന്ന തരം ക്യാൻസറായിരുന്നു തനിക്ക്. അതേക്കുറിച്ച് ഒരു വിവരവും ഓൺലൈനിൽ ലഭ്യമായിരുന്നില്ല. അന്നത്തെ ഇന്റർനെറ്റ് GPRS ആയിരുന്നു. ലോഡാകാൻ ഒരുപാട് സമയമെടുക്കും. അത് കാരണം നമ്മൾ കടന്നു പോകുന്ന മാനസികാവസ്ഥ ഊഹിക്കാനാകുമല്ലോ. ഞാൻ നേരിടാൻ പോകുന്നതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല. എൻ്റെ മാതാപിതാക്കൾക്കും അറിവില്ല. എല്ലാവരും മുകളിലേക്ക് നോക്കിയിരിക്കുകയാണ്. എൻ്റെ ടൈപ്പ് ക്യാൻസറിനുള്ള മരുന്ന് പുറത്തേക്ക് വരുന്നത് 40 വർഷത്തെ ഗവേഷണങ്ങൾക്ക് ശേഷമാണ്. എല്ലാ ചികിത്സയും പരാജയപ്പെട്ടപ്പോൾ 2014 ഞാൻ US പോയി. ഒരു ക്ലിനിക്കൽ സ്റ്റഡിയുടെ ഭാഗമായി. അതൊരു മിറാക്കിളായിരുന്നു. നീണ്ട കഥയാണ്, ഇവിടെ ആവർത്തിക്കുന്നില്ല. ആ മരുന്നിനായുള്ള റിസർച്ച് ആരംഭിക്കുന്നത് 1984 ഞാൻ ജനിച്ച വർഷം. ചിലപ്പോൾ ഞാൻ അതേക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. എന്നോടൊപ്പം എങ്ങനെയോ ആ മരുന്നും സഞ്ചരിക്കുകയാണ്. ഭാഗ്യവശാൽ എനിക്കത് ലഭിച്ചു. ആ മരുന്ന് കാരണം മാത്രമാണ് എനിക്ക് ജീവിതം നീട്ടിക്കിട്ടുകയും ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ സാധിക്കുകയും ചെയ്തത്. നേരത്തെ എല്ലാവരും പറഞ്ഞു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, പുകവലി പാടില്ല, മദ്യപാനം പാടില്ല, വ്യായാമം എന്നൊക്കെ. എന്നെ വിശ്വസിക്കൂ, ഇതെല്ലാം ഞാനും ചെയ്തതാണ്. ഞാനൊരു ടീലോട്ടറായിരുന്നു. വളരെ ആക്റ്റീവായിരുന്നു. എല്ലാ ദിവസവും വ്യായാമം ചെയ്തിരുന്നു. ഷുഗർ കട്ട് ചെയ്ത സമയം കൂടിയായിരുന്നു അത്. പക്ഷേ ഞാൻ രോഗബാധിതയായി. ജീവിതത്തിന് ഒരു ഗ്യാരണ്ടിയുമില്ല. ചികിത്സയുടെ കാര്യത്തിലും അങ്ങനെയാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അത് നേരിടാനുള്ള മനക്കരുത്ത് വേണം. എനിക്കത് സാധ്യമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് സാധ്യമാകുമെന്നാണ് താരം പറഞ്ഞത്.